എൻ്റെ പേര് ഇലിയാസ് എന്നാണ്. ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ ബ്രദർ അനുച്ച എന്നാണ് നമ്മൾ വിളിക്കല് കാസർഗോഡുകാർ. എൻ്റെ ഏട്ടനൊരു വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് കുറച്ച് സമയം ഇവിടെ ഇരിക്കാം. കോഴിക്കോട് വീടെടുത്തതിനേക്കാളും വ്യത്യാസമായിട്ടാണ് ഞാനിവിടെ വീടെടുത്തിട്ടുള്ളത്. ഒന്ന് അവിടെ ഡബിൾ ഫ്ലോറായിരുന്നു, ഇവിടെ സിംഗിൾ ഫ്ലോർ, ഒറ്റ ഫ്ലോറാണ്. ഇവിടെ സ്റ്റെയർകേസ് പോലും കൊടുത്തിട്ടില്ല. ഞാനും വൈഫും കൂടി പ്ലാൻ ചെയ്തത് നമുക്കൊരു വലിയൊരു ഹാള് വേണം. ഹൈലൈറ്റ് ഈ ഒരു ഹാളാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ ഹാളിൽ നിന്നാണ് കംപ്ലീറ്റ് എല്ലായിടത്തേക്കും റൂംസ് ആക്കി ഇത് ആക്സസ് ഉള്ളത്. മൊത്തം ഡൈനിങ് 5 റൂം, അതേപോലെ സ്റ്റഡി റൂം, അതെ ഒരു പ്രയർ റൂം. അതേപോലെ ഏകദേശം 5000 സ്ക്വയർ ഫീറ്റോളം ഈ വീട്. ഇതന്നെ കാര്യമായിട്ടുള്ളത് ഈ ഹാളാണ്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഹാളാണ്. ഇതിൽ 5 ബെഡ്റൂമാണ്. പിന്നെ ലിവിങ് റൂം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വുഡൻ ഫ്ലോറിങ് ചെയ്തിട്ടുള്ള. പിന്നെ സോഫ സെറ്റൊക്കെ ഇവിടുത്തെ അത് ഇന്ത്യൻ. അതിൻ്റെ ഡോറ് ഫുൾ ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഗ്ലാസ് വെച്ചിട്ട് അത് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. പിന്നെ കിച്ചൺ ഫുള്ള് ഫ്ലോറിങ് ഗ്രാനൈറ്റും ഫുള്ള് ടീക്ക് വുഡനാണ്, ഫുൾ വുഡൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഫാമിലി ലിവിങ് കിച്ചണിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ലിവിങ് ചെയ്തിട്ടുണ്ട്. അത് ഇറ്റാലിയൻ മാർബിൾ ഫ്ലോറിങ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഒരു പാർട്ടേഷൻ കാണും നിങ്ങൾക്ക്, വുഡനും ഗ്ലാസും കൂടിയിട്ടുള്ള പാർട്ടേഷൻ കിച്ചണിൻ്റെ. അതെ. അതേപോലെ ഡൈനിങ് അതിൻ്റെ സൈഡായിട്ട് ഡൈനിങ് ഫർണിച്ചറൊക്കെ ഇമ്പോർട്ടഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെഡ്റൂമൊക്കെ 2 ഫ്ലോറിംഗ് ഒക്കെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇറ്റാലിയൻ മാർബിളും ഗ്രാനൈറ്റും കൂടി മിക്സ് ഡിസൈനൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. നല്ല രസം. അതെ, ഫർണിച്ചർ പിന്നെ കണ്ടിട്ടുണ്ടാവല്ലോ. അത് 5 ബെഡ്റൂം ഏകദേശം അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഞാൻ ഇത് ഗ്രാനൈറ്റ് വേണമെന്നാണ് പറഞ്ഞിരുന്നത് എൻ്റെ എൻജിനീയറോട്. അപ്പോൾ എൻജിനീയർ പറഞ്ഞത് മാർബിൾ ചെയ്യാം. അപ്പോഴാണ് ഞാൻ ഇറ്റാലിയൻ മാർബിൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കോഴിക്കോട് നമ്മൾ മെർമർ ഇറ്റാലിയൻ, അവിടെ നിന്നാണ് ഇത് ഇറ്റാലിയൻ മാർബിൾ എടുത്തത്. ഇപ്പോൾ അത്യാവശ്യം കാണുന്നില്ല, അത്യാവശ്യം നല്ല അട്രാക്റ്റ് ഉണ്ട്, നല്ല അട്രാക്ഷൻ ആയിട്ട് അതിൻ്റെ അതാണ് അതും പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയലെല്ലാം മൊത്തത്തിൽ തീർച്ചയായിട്ടും അതെ നല്ല രസമാണ്. അതേപോലെ ഇതിപ്പോൾ ചെറിയൊരു കോട്ടയാട് കൊടുത്തിട്ടുണ്ട്. കുറേ കല്ലുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരുപാട് കല്ലുകൾ. എല്ലാ റൂമിലും പോയിട്ടാകുമ്പോൾ ഞാൻ കണ്ടത് കുറേ കല്ലുകൾ. അത് കല്ല് അല്ല, അത് ഫോസിൽ വുഡാണ്. അതായത് കടലിൻ്റെ അടിയിൽ വർഷങ്ങളായിട്ടുണ്ടാകുന്ന വുഡാണത്. വുഡ് പോളിഷ് ചെയ്തതാണ്, അല്ലാണ്ട് കല്ലല്ല. കാണുമ്പോൾ കല്ല് പോലെ ഉണ്ടെങ്കിൽ കല്ലല്ല, അത് ഫോസിൽ വുഡ് എന്നാണ്. ഫോസിൽ അല്ലേ? അപ്പോൾ വീട്ടിൻ്റെ പേര് ഫലക്ക് എന്നുള്ളത് അറബിയിലും അതിന് മീനിങ് ഉണ്ട്, ഉറുദുവിലും ഉണ്ട്. ഉറുദുവിൽ ആകാശം സ്വർഗം എന്നൊക്കെ പറയും, അറബിയിൽ സുപ്രഭാതം, മോർണിംഗ്. വീടിൻ്റെ വർക്കൊക്കെ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടന്നിട്ടുണ്ട്. ഏകദേശം നമ്മൾ താമസം തുടങ്ങിയിട്ട് 6 മാസത്തോളമായി. അപ്പോൾ ഫാമിലിയും നമ്മൾ എല്ലാവരും ഹാപ്പിയാണ്. ഇതാണ് വീട്. ഇതൊക്കെയാണ് ഇപ്പോൾ വീട്ടിനെ പറ്റി പറയാനുള്ളത്.